لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ പടച്ച റബ്ബിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹ്ഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, നമ്മുടെ നാട്ടിലും മറുനാട്ടിലുമൊക്കെ ഒരു പുതിയ വർഷം കടന്നു വന്നപ്പോൾ പലരും കുടിച്ചും അതുപോലെ പൊട്ടിച്ചും നൃത്തം വെച്ചും എല്ലാ രൂപത്തിലും എല്ലാ തോന്നിവാസങ്ങളും വൃത്തികേടുകളും ഡാൻസും പാട്ടും കൂത്തും ആരവാരങ്ങളുമായി ഒരു പുതിയ വർഷത്തെ സ്വീകരിച്ച വരവേറ്റ കാഴ്ചകൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടവരാണ്. പക്ഷേ അവിടെ നിന്ന് വിശ്വാസികളെ നമുക്കവിടെ കാണാൻ സാധ്യമല്ല. യഥാർത്ഥ മുഅ്മിനുകളെ അത്തരം വേദികളിൽ കാണുവാൻ സാധ്യമല്ല. ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ, വേറെ തരത്തിൽ പറഞ്ഞാൽ റേഷൻ കാർഡ് മുസ്ലിമീങ്ങൾ അവിടെ ഉണ്ടോ എന്ന അല്ല പ്രശ്നം. യഥാർത്ഥ ഇസ്ലാമിന്റെ നിയമാവലികളെ, നിയമാതിർത്തികളെ ആചരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന, ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയും അത്തരത്തിലുള്ള ആഘോഷങ്ങളോ അത്തരത്തിൻ്റെ ആരവാരങ്ങളിലോ ഒന്നും തന്നെ കാണുക സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ നിന്ന് ഒരു സെക്കൻഡ്, ഒരു മണിക്കൂർ, ഒരു നിമിഷം അത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എത്ര തന്നെ പിന്നിട്ട് പോകുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നാം ആകുന്ന ഒന്ന്, അല്ലെങ്കിൽ മനുഷ്യനാകുന്ന നമ്മിൽ നിന്ന് നാം ആണ് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് പോകുന്നത്. മഹാനായ ഹസനുൽ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, യാ ഇബ്ന ആദം ഇന്നക അയ്യാമുൻ മിൻ മജ്മുഅ, നീ മനുഷ്യ, നിന്റെ ദിവസങ്ങളുടെ ഒരു സമാഹാരമാണ്, ദിവസങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു സംഗമമാണ് നീ. അതിൽ നിന്ന് ഒരു ദിവസം നിന്നിൽ നിന്ന് ഫൈദ ദഹബ മിൻക യൗം, ഒരു ദിവസം പോയാൽ ബഅളും മിൻക,
നിന്നിൽ നിന്നാണ് നീയാണ് കുറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആയുസ്സും വയസ്സും അത് കഴിഞ്ഞു പോകുമ്പോ, കടന്നു പോകുമ്പോ നമ്മൾ കലണ്ടറുകൾ നമ്മളെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ മാറ്റിമറിക്കുമ്പോൾ ഒരുപാട് പ്ലാനുകളും പദ്ധതികളും ഒക്കെ നമ്മുടെ കൈകളിലുണ്ട്. ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ വിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്താണ് എൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. കാരണം ഇവിടെ ഒരു വിലപ്പെട്ട നമ്മുടെ ആയുസ്സിന്റെ പ്രധാനമായ ഒരു അതിപ്രധാനമായ ഒരു മൂല്യമുള്ള ഒരു സംഭവമാണ്, ഒരു സാധനമാണ്, ഒന്നാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേറെ വല്ലതുമൊക്കെ ഡിബേറ്റ് ആയി പോയാൽ നമ്മൾ ആഘോഷിക്കൂല. നമുക്ക് വിലപ്പെട്ടതും നമുക്ക് പ്രിയപ്പെട്ടതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ആരും ആഘോഷിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ സന്തോഷിക്കുകയോ അവിടെ ആഹ്ലാദങ്ങളും ആരവാരങ്ങളും ആഘോഷങ്ങളും ഒന്നും നമ്മൾ കാണിക്കാറില്ല. നമുക്ക് ദുഃഖമുണ്ടാകും, വിഷമമുണ്ടാകും, വ്യസനമുണ്ടാകും, സങ്കടമുണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്നവരായിരുന്നു വിശ്വാസികൾ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, മാ നദിംതു അലാ ശൈഇൻ നദമി, ഞാൻ എന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ദുഃഖിച്ചിരുന്നത് അലാ യൗമിൻ, ഒരു ദിവസത്തിന്റെ പേരില്ല. ഗറബത്ത് ശംസുഹു, ഒരു ദിവസമെങ്ങാനും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം, ഖേദം. നഖസ ഫീഹി അജലി, എന്റെ ആയുസ് കുറഞ്ഞിരിക്കുകയാ, എന്റെ ഖബറിലേക്കുള്ള, മരണത്തിലേക്കുള്ള, വിചാരണയിലേക്കുള്ള, സിറാത്തിലേക്കുള്ള എന്റെ ദൂരം കുറഞ്ഞിരിക്കുകയാ, എന്റെ യാത്രയിൽ ഞാൻ പിന്നിട്ടിരിക്കുകയാ, കുറഞ്ഞു പോവുകയാ. അതാണ് ഒരു അറബി കവി നമ്മളെ ചിന്തിപ്പിച്ചത്. വമൽ മറു ഇല്ലാ റാകിബൻ കലഹിരി ഉംദിഹി, ഒരു മനുഷ്യൻ ആയുസ്സാകുന്ന, വയസ്സാകുന്ന ഒരു വാഹനപ്പുറത്താണ് അവന്റെ സഞ്ചാരം. യുഫ്നിഹി ബിയൗമിൻ വശഹരിൻ വലൈലിഹി, ദിവസങ്ങളും മാസങ്ങളും രാവും പകലും അവന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. യുബീതു വയുൽഹി കുല്ല യൗമിൻ വലൈല, ഓരോ രാവും പകലും അവന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോ ബഈദൻ അനി ദുനിയ ഖരീബൻ ഇലൽ ഖബരി, ദുനിയാവിൽ നിന്ന് അവൻ അകലുകയും ഖബറിലേക്ക് അവൻ അടുക്കുകയുമാണ്. അതുകൊണ്ടായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എന്റെ ദിവസം സൂര്യൻ അസ്തമിച്ചാൽ, ഒരു ദിവസമാകട്ടെ, ആഴ്ചയാകട്ടെ, മാസമാകട്ടെ, വർഷമാകട്ടെ, ഒന്ന് കഴിഞ്ഞു പോയാൽ വലം യസിദ് ഫീഹി അമലി, എന്റെ അമലുകൾ വർദ്ധിച്ചിട്ടില്ലല്ലോ, പരലോകത്തിലേക്കുള്ള എന്റെ അമലുകൾ ആയുസ്സിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആലോചിക്കുമ്പോൾ സങ്കടപ്പെടുമായിരുന്നു സ്വഹാബാക്കള്. വിശ്വാസികളെ, നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഒരു ദിവസം നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹസനുൽ ബസ്രി റഹ്മഹുല്ല പറഞ്ഞത്, മാ മിൻ യൗമിൻ യൻശഖു ഫജ്റഹു ഇല്ലാ വഹുവ യുനാദി, ഒരു ദിവസം പുതിയ പ്രഭാതം പൊട്ടിവിടരുമ്പോ അവനോട് പറയുകയാണ്, യാ ഇബ്ന ആദം, ആദമിന്റെ മോനെ മനുഷ്യ എന്ന് നമ്മളോട് പറയാ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. വ അലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് ഈ ദിവസം സാക്ഷിയാണ്. നീ നന്മ പ്രവർത്തിച്ചാലും തിന്മ പ്രവർത്തിച്ചാലും നാളെ ഞാൻ പരലോകത്ത് നിനക്ക് അനുകൂലവും പ്രതികൂലവുമായി ഈ ദിവസവും ഈ സമയവും ഈ ഡേറ്റും എല്ലാം നിനക്ക് അനുകൂലവും പ്രതികൂലവുമായി സാക്ഷി പറയും ഞാൻ. അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിച്ചില്ലേ, ഈ ഭൂമി അതിന്റെ സാക്ഷ്യം എങ്ങനെയാ വഹിക്കുക, അറിയോ സഹാബാക്കളെ? സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ അറിയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കാൻ, ഒരു അടിമയാകട്ടെ, ഒരാണാകട്ടെ, പെണ്ണാകട്ടെ, ഭൂലോകത്ത് ഭൂമുഖത്ത് വെച്ച് പ്രവർത്തിച്ച സകലമാന കാര്യങ്ങളെ കുറിച്ചും പരലോകത്ത് അത് സാക്ഷി പറയും. അമിൽ തകദ, ദിവസം പറയും, നീ ഇന്നത് പ്രവർത്തിച്ചില്ലേ, ഇന്ന ഡേറ്റിന് ഇന്നത് ചെയ്തില്ലേ, ഇന്ന കാര്യങ്ങൾ നിന്നെ കണ്ടുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, കൈകൾ കൊണ്ട് പ്രവർത്തിച്ചു, നീ അതിലേക്ക് നടന്നു, നീ അത് പിടിച്ചു, അത് കൊടുത്തു, അത് ഓപ്പണാക്കി, അത് സെൻഡ് ചെയ്തു, അതൊക്കെ നീ അതിൽ ഒപ്പിട്ടു, നീ അതിന് സാക്ഷ്യം വഹിച്ചു.
ഓരോന്നും ഈ ദിവസം നമുക്ക് അനുകൂലവും പ്രതികൂലവുമായി സാക്ഷി പറയും. ഇന്ന ദിവസമല്ലേടോ എന്ന് നമ്മളോട് പറയും. അതുകൊണ്ട് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചത്, ഒരു ദിവസം പറയും അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയ ദിവസമാണ്, വ അന അമലിക ഷഹീദിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാ, ഫതസവ്വദ് മിന്നി, നീ എന്നെ ഉപയോഗപ്പെടുത്തണേ, ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ കഴിഞ്ഞു കടന്നു പോയാൽ ഖിയാമത്ത് നാൾ വരെ നിന്നിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സമയത്തിന്റെ ഓരോ നിമിഷങ്ങളും ഈ ക്ലോക്കിലെ സൂചി അത് കറങ്ങി പോയാൽ അത് പിന്നീട് ഒരിക്കലും ആ കഴിഞ്ഞു പോയത് തിരിച്ചു വരില്ല. കലണ്ടറുകളിൽ മാറ്റിയിട്ട മറിച്ചിട്ട അതിന്റെ പേജുകളും ഡേറ്റുകളും വർഷങ്ങളും അതൊരിക്കലും തിരിച്ചു പിടിച്ച് അത് ഉപയോഗപ്പെടുത്താൻ, അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ, അത് നമുക്ക് നമ്മുടെ പ്രയോജനപ്പെടുത്താൻ സാധ്യമല്ല. പണം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വേറെ ബിസിനസ്സിലൂടെ, കച്ചവടത്തിലൂടെ, ജോലിയുടെ തിരിച്ചു പിടിക്കാം. സമയം നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ തിരിച്ചു പിടിക്കും. നമ്മൾ ഓർക്കണം, അത്ര വിലപ്പെട്ടതാ, അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാ സ്വഹാബാക്കള് ദുഃഖിക്കുകയും ഖേദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഓരോ ദിവസവും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, വചനമുണ്ട്. എന്താണ് ആ വാക്കെന്നറിയാമോ? ഈ ദുനിയാവെന്ന് പറയുന്നത്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാ, ഇർതഹലത്തി ദുനിയാ മുദ്ബിറ, ഈ ദുനിയാവ് പിറകോട്ട് പോകുകയാ. ഓരോ ദിവസവും മാസവും വർഷവും കഴിഞ്ഞു പോകുമ്പം വർത്തകലത്തിൽ ആഖിറ മുഖ്ബില, ആഖിറം നിന്റെ അടുക്കലേക്ക് മുന്നിട്ട് വരികയാ. വിശ്വാസികളെ, ഓരോ ദിവസവും നമ്മൾ യാത്ര ഈ തുടങ്ങി, ഇത് പരലോകത്തിലേക്കുള്ള യാത്രയാ, നമ്മുടെ ഖബറിലേക്കുള്ള യാത്രയാ, നമ്മുടെ വിചാരണത്തിലേക്കുള്ള യാത്രയാ. പക്ഷേ ആ ചിന്ത നമുക്കുണ്ടോ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ വഹും അൻഹാ മുഅ്രിദൂൻ. വിശ്വാസികൾക്ക്, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തു വന്ന് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, അവർ അശ്രദ്ധയില്ല. എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ് കടന്നു പോകുന്നത് വിലപ്പെട്ടതാ, എനിക്ക് പ്രിയപ്പെട്ടതാ എന്നറിയുന്നുണ്ടോ വിശ്വാസികളെ? ഓരോന്നിനും ഓരോ സന്താനങ്ങളുണ്ട്. നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളാകണം. അലി റളിയല്ലാഹു അൻഹു, വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, ദുനിയാവിന്റെ മക്കളായി അതിന്റെ പിന്നിൽ പരക്കം പോയി നിങ്ങൾ ആഖിറം പരലോകത്തെ നഷ്ടപ്പെടുത്തി കളയരുതേ എന്നാ പറയുന്നത്, അല്ലേ? ദുനിയാവിൽ നമ്മുടെ കച്ചവടവും നമ്മുടെ പ്ലാനും നമ്മുടെ ജോലിയും നമ്മുടെ കൃഷിയും നമ്മുടെ ഏർപ്പാട്, പുതിയ വർഷം കടന്നു വന്നപ്പോ ഒരുപാട് പ്ലാനിങ്ങുകളിലൂടെ പോയില്ലേ? ഓഡിറ്റ് നടത്തിയില്ലേ? നമ്മളെ ജീവിതത്തിന്റെ പരലോക യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന ഈ ജീവിതത്തിൽ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തിലേക്കുള്ള കൃഷിയിടമായ ലോകം, എന്ത് ഓഡിറ്റ് നടത്തി? നഷ്ടങ്ങളും കോട്ടങ്ങളും ലാഭങ്ങളും വരവുകളും വിറ്റും ഒക്കെ, ഇതൊക്കെ ഓഡിറ്റ് നടത്തുന്ന മനുഷ്യരെ, വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തെ കുറിച്ചെന്ത് ഓഡിറ്റ് നടത്തി? ഫൽയൗമ അമലുൻ, ഇന്ന് നിങ്ങൾക്ക് അമല് ചെയ്യാനുള്ള അവസരമുണ്ട്. വലാ ഹിസാബ, ഇന്ന് നിങ്ങളോട് ആരും വിചാരണയില്ല. എന്തേ? നിങ്ങളിൽ ഒരുപാട് ആളുകളോട് ഇന്ന് സുബൈക്ക് പള്ളിക്ക് ഹാജരാകാത്ത ഒരാളോടും ആരെങ്കിലും ചോദിച്ചോ, നീ എന്താടാ ഇന്ന് സുബൈക്ക് പള്ളിക്ക് വരാൻ ചോദിച്ചോ? നിങ്ങൾ പറയും. ഇന്നലെ ഇശാ നമസ്കരിക്കാതെ മൊബൈലിൽ കളിച്ചുറങ്ങി ആരോടെങ്കിലും ചോദിച്ചോ, നീ എന്താടാ നമസ്കരിക്കാൻ? ഇന്ന് രാവിലെ പ്രഭാതത്തിലെ പ്രാർത്ഥന ചെല്ലാത്ത ആരോടെങ്കിലും ചോദിച്ചോ? ഖുർആൻ ഓതാത്ത, എടുത്തു നോക്കാത്ത, മറിച്ചു നോക്കാത്ത ഒരാളോട് ചോദിച്ചോ എന്തുകൊണ്ട് ഖുർആൻ ഓതിയില്ല എന്ന്? സക്കാത്ത് കൂടെ ഇത്ര വർഷമായിട്ട് സമ്പത്തിന്റെ സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കാത്ത ഒരാളോടെങ്കിലും ചോദിച്ചോ? കണക്കാരെങ്കിലും ദുനിയാവിൽ വെച്ച്? നീ എന്താ നമസ്കരിക്കാതെ? നിന്നെന്താ ജമാഅത്തിന് കാണാത്ത? നീ എന്താ പള്ളി വരാത്ത? നീ എന്താ ഖുർആൻ ഓതാ സക്കാത്ത് കൊടുക്കാത്ത? നീ എന്താ ഹജ്ജ് ചെയ്യാത്ത? അതിനുള്ള കഴിവ് ത്രാണിയൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ആരും ചോദിക്കല്ലോ. വലാ ഹിസാബ് വഗദൻ ഹിസാബ്, നാളെ മരിച്ചു തന്നാൽ നിന്റെ ഖബർ മുതൽ വിചാരണ തുടങ്ങും. വലാ അമൽ, അന്ന് നിനക്ക് പ്രവർത്തിക്കാൻ ഒരവസരവും ഉണ്ടാവുകയില്ല. അതാ വെള്ളിയാഴ്ചയിൽ ഓതുന്ന പാരായണത്തിൽ നമ്മൾ കേൾക്കുന്നത്, സുമ്മ ഇന്ന ഇലൈനാ ഇയാബഹും, അവരുടെ മടക്കം എന്റെ അടുക്കലേക്കാ. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, അവരുടെ വിചാരണ ഞാൻ നടത്തും. ചെയ്യട്ടെ, അവർ ആസ്വദിക്കട്ടെ, ആനന്ദിക്കട്ടെ, അവർ അർമാദിക്കട്ടെ. അവരെന്റെ അടുക്കലേക്ക് വരും. അവസാനം അവർ റൂഹ് പിടിച്ചു വലിക്കുമ്പോ അവർ എന്റെ അടുക്കലേക്ക് വരും.
ഞാൻ അവരെ വിചാരണ ചെയ്യും. അല്ലാഹു തആല പറയാ. നമ്മളൊന്ന് ഓർത്തു നോക്കി ഇതിന്റെ ഗൗരവം. ചിന്തിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസികളെ, നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ഒരു ഓഡിറ്റ് നമ്മൾ നടത്തണം. എന്നിട്ട് നമ്മുടെ മനസ്സിനോട് നമ്മളൊന്ന് ചോദിക്കണേ. ഖുർആൻ പറയാ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും നാളേക്ക് എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കണം. ഈ ദുനിയാവിന്റെ ഈ ലോകത്തെ നാളേക്ക് വേണ്ടി എന്തെല്ലാം എന്റെ മകളെ കെട്ടിക്കുമ്പം എന്റെ മകനെ പഠിപ്പിച്ച് MBBS വലിയ ജോലിയിലെത്തിക്കാൻ എന്തൊക്കെ ഒരുക്കി വെച്ചു. എനിക്കും എന്റെ മക്കൾക്കും വീടുണ്ടാക്കാൻ, വാഹനം വാങ്ങാൻ, അല്ലേ, പലതും നമ്മൾ ആലോചിച്ചു, അതിനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പലതും നമ്മൾ അതിനു വേണ്ടി ബാലൻസ് ആക്കി വെച്ചിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആലോചിച്ചോക്കൂ, നാളെ ഖബറിലേക്ക് മരിച്ചു പോകുമ്പം എന്റെ മയ്യത്ത് കൊണ്ടുപോകും, എന്നെ കത്തിമൂനി വേഗം കൊണ്ടുപോകണേ എന്ന് പറയാൻ എല്ലാവരും മയ്യത്ത് അടക്കിയിട്ട് തിരിച്ചു പോരുമ്പം ആ മയ്യത്തിന്റെ കൂടെ ആ അമലുകൾ നാളേക്ക് വേണ്ടി എന്തുണ്ട് നമ്മളെ കൈകളിൽ അറിയേണ്ട വിശ്വാസികളെ, ചിന്തിക്കണ്ടേ. നമ്മുടെ ഒരു മകനെ വിസ എടുത്ത് ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു, ജോലി അവനെ പഠിപ്പിച്ചു മിടുക്കനാക്കി പറഞ്ഞയച്ചു, അവന് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊടുത്തു. അവനോട് ചോദിക്കും, എന്താ അതിന്റെ മാസത്തിലെ ശമ്പളം, നീ എന്ത് ചെയ്യാ? ഒന്നും കിട്ടുന്നില്ല, ഒന്നും തിരിച്ചു തരുന്നില്ല. നീ എന്താക്കി? നിന്നെ ഞാൻ ഇത്ര പഠിപ്പിച്ചു, ഇത്ര വിസ ചെയ്ത് ജോലിക്കായി, നീ ഒന്നും സമ്പാദിച്ചിട്ട് എന്താ? ചോദിക്കൂലേ? അള്ളാഹു നമ്മളോട് ചോദിക്കും. ദുനിയാവിലേക്ക് വായും വെള്ളവും വെളിച്ചവും ആരോഗ്യവും, അല്ലേ, ഇസ്ലാമും ഹിദായത്തും ഒക്കെ തന്നിട്ട് അല്ല ചോദിക്കും, നീ എന്ത് പ്രവർത്തിച്ചു? എന്ത് മറുപടി പറയും? ഇവിടെ നമുക്ക് പലതും പറയാ, സമയമല്ല. എന്താ ഖുർആൻ ക്ലാസ്സിന് വരാത്ത സമയമല്ല, എന്താ ദീനി പ്രവർത്തനത്തിന് സമയമില്ലാത്ത, പിന്നെ സമയമല്ല. എന്താ ഓരോ കാര്യങ്ങളും ചോദിച്ചാൽ സമയമല്ല. ദുനിയാവിന്റെ കാര്യത്തിൽ സമയമുണ്ട്. മൊബൈലിൽ കൈ കിട്ടിയാൽ അതിന് റീൽസുകൾ കാണാൻ, ഫേസ്ബുക്ക് കാണാൻ എത്ര സമയമായി ഇരിക്കും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. നമ്മളെ കുറിച്ചൊന്ന് വിലയിരുത്തിയാൽ മതി. ഈ സമയത്തിന്റെ വില നമ്മൾ അറിയില്ല. അവസാനം നമ്മൾ അറിയുന്ന രംഗം അതാണ്. അല്ലാഹു തആല പറഞ്ഞു, വൽതൻളുർ നഫ്സും മാ ഖദ്ദമത്, നാളേക്ക് വേണ്ടി വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ആലോചിക്കണം. ഈ സമയത്തിന്റെ വില, ഈ സമയത്തിന്റെ വാല്യൂ, ഇത് അറിയുന്ന രംഗം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണരംഗത്ത് നമ്മൾ അറിയും. അപ്പൊ നമ്മൾ അറിയും, അപ്പൊ നമുക്ക് ബോധ്യമാകും. ഇതുവരെ ബോധ്യമാകാത്ത പല കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഉറപ്പാവും നിനക്ക്. ഇപ്പൊ ഉറപ്പില്ല, അപ്പൊ ഉറപ്പാവും. നമ്മളെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നെ ഞാൻ ആലോചിച്ചു പോവുകയാ. ഇവിടെ നമ്മളൊരു മദ്രസയുടെ പാരന്റ്സ് മീറ്റിംഗിൽ ഒരു സഹോദരൻ പറഞ്ഞത്, ഇപ്പൊ എല്ലാം ചിന്തിച്ചു പോയ വാക്കുകൾ. അദ്ദേഹം പറയാ, ഒരു കുട്ടിക്ക് ഭൗതികമായ എല്ലാ വിജ്ഞാനവും എല്ലാ വിവരവും അതിനു വേണ്ടി പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവസാനം ആ മോന് അസുഖമാണ്. മരണത്തിന്റെ ഡേറ്റുകൾ ഡോക്ടർ പറഞ്ഞു ഇനി ദിവസങ്ങളേ ഉള്ളൂ. ആ പൊന്നുമോൻ ഉപ്പയോട് ചോദിച്ചൊരു ചോദ്യം, ഉപ്പ നാളെ മരിക്കുമ്പോ നിങ്ങൾ എന്ത് ഖുർആൻ പഠിപ്പിച്ചോ, ഫാത്തിഹ പഠിപ്പിച്ചോ, ദീന് പഠിപ്പിച്ചോ, എന്തുണ്ട് എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്നാ ഉപ്പയോട് ആ പൊന്നുമോൻ ചോദിച്ചെന്ന കഥ പറഞ്ഞപ്പോ ഞാൻ കഥയല്ല, യാഥാർത്ഥ്യം ആ സഹോദരൻ പറഞ്ഞപ്പോ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. അതുപോലെ തന്നെ നമസ്കരിക്കാൻ, ഞാൻ ജമാഅത്തിന് നമസ്കരിക്കാൻ പോകുന്ന ഒരു കൊച്ചു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് സുബൈന്റെ സമയത്ത് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നത് കാണാം. കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യൻ വടികൊണ്ട് തപ്പിത്തടഞ്ഞ് അവിടെയും ഇവിടെയും ഡോർമലിടിച്ച് മതിലിടിച്ച് ഒക്കെ പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ. പള്ളി വിട്ട് പോകുമ്പോ ഒന്ന് പിടുത്തം വിട്ടാൽ പലപ്പോഴും പതറുന്നിട്ട് വീഴാൻ പോകുന്നുണ്ട്. ഈ മനുഷ്യൻ ആരാ? ഈ മനുഷ്യൻ ഖുർആൻ പഠിപ്പിക്കുന്ന മനുഷ്യനാ. ഖുർആൻ പഠിപ്പിക്കുന്ന മനുഷ്യനാ, ബൈഹാർട്ടാക്കിയ മനുഷ്യനാ, അല്ലെ? ബ്ലൈൻഡഡ് മദ്രസയിൽ പഠിപ്പിക്കുന്ന സുഹൃത്താ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ കണ്ണിന് കാഴ്ചയും ഇതിന് ഇത്ര പവറും ഒക്കെ അല്ലാഹു തആല തന്നിട്ട് ഈ ജീവിതകാലത്ത് 60, 70, 80 എത്രയാണ് നമ്മുടെ ആയുഷ്കാലം എണ്ണി നോക്കൂ. ഖുർആൻ മുഴുവൻ ഒന്ന് പഠിക്കാൻ കഴിഞ്ഞോ നമുക്ക്? ഇപ്പൊ ഒരാൾ വന്ന് ചോദിക്കുക, എന്താ നിങ്ങളെ ഇസ്ലാമിന് അനന്തരാവകാശത്തെ പറ്റി ഖുർആനിൽ പറഞ്ഞത്? ഏത് ആയത്തിലാ? എന്താ നിങ്ങളെ ഖുർആനിൽ തൗഹീദിനെ കുറിച്ച് പറഞ്ഞത്? എന്താ നിങ്ങളെ ഖുർആനിൽ പലിശയെ കുറിച്ച് സംസാരിക്കുന്നത്? ഒന്നൊരു അമുസ്ലിം സഹോദരൻ നമ്മളോട് ചോദിച്ചാൽ എന്ത് അമ്മ, കുട്ടികൾ പറയും പോലെ അമ്മ എന്നുള്ള ഉത്തരം പറയാനല്ല, അത് എന്ത് പറയാൻ കഴിയും? നമ്മളോട് ചോദിക്കുക, ആരും കുറ്റപ്പെടുത്തില്ല. എന്നോടടക്കം
ആ സഹോദരനെ കണ്ണു കാണാത്ത അന്ധനായ സഹോദരനെ കണ്ടപ്പോ പടച്ചവരെ ഞാൻ വല്ലാതെ എനിക്ക് സങ്കടം വന്നു. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ ഞാൻ എന്ത് പറയും? ഈ കണ്ണു കാണാത്ത മനുഷ്യൻ, തപ്പിത്തടഞ്ഞ് പള്ളിയിലേക്ക് വരുന്ന മനുഷ്യൻ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, അല്ലാഹുവേ കണ്ണും കാഴ്ചയും കൽബും കാതും ഒക്കെ തന്നിട്ട് നിന്റെ മുമ്പിൽ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോ നീ ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും? ഇത്ര ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കി മൊബൈലിന്റെ ഇത്രയും മെസ്സേജുകളും വാട്സപ്പുകളും എല്ലാം ഫേസ്ബുക്കുകളും യൂസ് ചെയ്ത് വായിച്ചു പഠിച്ചെല്ലാം ഇത് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ഖേദം, ദുഃഖം. അതാ ഖുർആൻ പറഞ്ഞത്, ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത്, മരണം വരുമ്പോൾ ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. പടച്ചോനെന്ന് മടക്കി തരും. പിടുത്തം പിടിച്ച് ഒരു അറ്റാക്ക് കഴിഞ്ഞ്, രണ്ടാമത്തെ അറ്റാക്ക് കഴിഞ്ഞ് ഒക്കെ രക്ഷപ്പെട്ടു. പക്ഷെ അവസാനത്തെ പിടുത്തം ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, പിടുത്തം മനസ്സിലായി, ഇനി രക്ഷയില്ല. ഡോക്ടർമാർ പറഞ്ഞു ഒരു രക്ഷയില്ല. ആ സമയം റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് മടക്കി തരുമോ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, മുമ്പ് ചെയ്യാത്ത കാര്യങ്ങൾ, നമസ്കാരത്തിന്റെ കാര്യം, ഖുർആനിന്റെ കാര്യം, സക്കാത്തിന്റെ കാര്യം, ഹജ്ജിന്റെ കാര്യം, ഉംറയുടെ കാര്യം, ദീനി ദഅവത്തിന്റെ കാര്യം, ഒരുപാട് ചെയ്യാൻ അവസരം സന്ദർഭം ഉണ്ടായിരുന്നു. അല്ലാഹ് അതൊക്കെ ചെയ്യാനൊന്ന് മടക്കി തരുമോ, ഞാൻ വിട്ടേച്ചു പോയത്? അല്ലാഹുവിന്റെ മറുപടി കല്ല ഇന്നഹാ കലിമത്തുൻ വഖായിലുഹാ, ഇല്ല, അവൻ അങ്ങനെ പറയും. ഒരു നെഞ്ചുവേദന വന്നപ്പോ, ഒരു അറ്റാക്ക് വന്നപ്പോ, ഒരു അപകടം വന്നപ്പോ, പഠിച്ചവനെ ഇതിന്ന് രക്ഷപ്പെടുത്തിയ ഞാൻ ഇനിയും നിനക്ക് തൃപ്തിപ്പെട്ടവനായി ജീവിക്കും. ഖുർആൻ പഠിച്ച് നിന്നെ തൃപ്തിപ്പെടാൻ നമസ്കാരമൊക്കെ നിർവഹിച്ച് മുത്തഖിയായി ഹറാമൊന്നും കാണാതെ കേൾക്കാൻ ജീവിക്കും. പലരും പല പ്രതിജ്ഞ ചെയ്ത ആളുകൾ അല്ലെ, ഓരോ ഐസിയുവിൽ വെച്ച്, ഓരോ അപകടത്തിന്റെ രംഗത്ത് വെച്ച്. അത് കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോയി. അല്ല പറയാ, ഓൻ അങ്ങനെ പറഞ്ഞു കല്ല ഇന്നഹു കലിമത്തുൻ വഖാ, ആ സ്ഥിരം പരിപാടി ഖബറിൽ കടക്കട്ടെ. അപ്പൊ നമ്മൾ ആലോചിക്കുക, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ദുഃഖവും ഖേദവും നമുക്ക് തീർത്താ തീരൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പറഞ്ഞു, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്, അധിക ജനങ്ങളും വഞ്ചിതരാകുന്ന രണ്ട് കാര്യം, അസ്സിഹത്തു വൽ ഫറാ, ആരോഗ്യവും ഒഴിവു സമയവും. അല്ലേ? ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയണം. അതാണ് പവർ. ആരോഗ്യമില്ലാതെ വികലാംഗനായി കഴിഞ്ഞിട്ട്, വയസ്സായി കഴിഞ്ഞിട്ട് തിന്മ ചെയ്യാതിരിക്കണമെന്ന് അർത്ഥമല്ല. ആരോഗ്യമുള്ള, ചോരത്തളപ്പുള്ള, ചുറുചുറുക്കുള്ള ആ ഒരു കുതിരയുടെ ശക്തി, പവറുള്ള സമയത്ത് എന്തും ചെയ്യും. ആരടാ ചോദിച്ചാൽ ഞാനടാ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ ദീനിന് വേണ്ടി ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തിയാൽ ഒരു പേടി പിടിക്കണ്ട. അർശിന്റെ തണൽ അല്ലാഹു തആല അള്ളാനെ ആരാധിച്ചു പറഞ്ഞ യുവാക്കളുണ്ടോ, ഒരു പേടി പിടിക്കണ്ട. ഒഴിവു സമയം ഒരുപാടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ഒഴിവു സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഒന്നും പേടിക്കണ്ട, നമുക്ക് സമാധാനിക്കാം വിശ്വാസികളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞൊരു വാക്ക്, കുൻ ഫി ദുനിയ ഗരീബ് കഅന്നക ആബിറുസ് സബീൽ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ കാലാകാലം ഇവിടെ ജീവിക്കാന്ന് വിചാരിക്കണ്ട ഇബ്നു ഉമർ. ഇത് വിട്ട് പിരിയേണ്ടി ഇതൊരു യാത്രയാണ്. നീ യാത്രയിൽ ഇങ്ങനെ യാത്രയുടെ വഴിയിലാണ് നീ ഉള്ളത്. കാരണം ഇബ്നു ഉമർ യഖൂൽ ഇദാ അംസൈത ഫലാ തൻതദിർ സുബ. ഇബ്നു ഉമർ റളിയല്ലാഹു ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറയാ, രാവിലെ ആയ വൈകുന്നേരം ആവും ആരും പ്രതീക്ഷിക്കണ്ട. അല്ലേ? ഈ നാടിന്റെ അടുത്ത് എവിടെ എനിക്ക് പറയാൻ സ്ഥലം ഓർമ്മയില്ല, അടുത്ത് തന്നെ ഒരു സഹോദരന് വേണ്ടി കബർ കുഴിച്ചു കൊണ്ടിരിക്കുന്ന, കബർ കുഴിക്കുന്ന ആള് വേറെ ആളെ മയ്യത്ത് വെക്കാനാ കബർ കുഴിക്കുന്നത്. ഈ കാസർഗോഡ് അടുത്ത പരിസരത്താണ്. അപ്പോ കബർ വേറെ സഹോദരന് വേണ്ടി കബർ കുഴിക്കുന്ന അയാള് കബർ കുഴിക്കുന്ന സമയത്ത് അറ്റാക്കായി മരണപ്പെട്ടു. അയാൾ ആ കബറിൽ വെച്ചു. നിങ്ങൾ ആലോചിച്ചു, അയാൾ ആ കബറിൽ വെച്ചു. വേറെ ആൾക്ക് വേണ്ടി കുഴിക്കുന്ന കബറാ, അയാൾ അതിൽ മരണപ്പെട്ട അവസ്ഥ. നമ്മളൊന്ന് ആലോചിച്ചു, ഇതാണ് അവസ്ഥ. മനുഷ്യത്ര ഗ്യാരണ്ടി ഇല്ല. നമ്മളൊരു സാധനം കടയിൽ പോയി വാങ്ങുമ്പോ, ഒരു ലൈറ്റോ ഫാനോ എന്ത് വാങ്ങുമ്പോ ഇതിനെത്ര ഗ്യാരണ്ടി ചോദിക്കൂലേ? നമുക്ക് എന്താ ഗ്യാരണ്ടി? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ചു. രാവിലെ ആയാൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ രാവിലെ പ്രതീക്ഷിക്കണ്ട. രാവിലെ വൈകുന്നേരത്തെ ആരോഗ്യമുള്ള സമയത്ത് രോഗം വരും, ആ സമയത്ത് നീ ഉപയോഗപ്പെടുത്തിക്കോ. രോഗം വന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ട രൂപത്തിൽ, നിനക്ക് ആരോഗ്യമുള്ള സമയത്ത് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കും പോലെ നിർവഹിക്കാൻ കഴിയില്ല. അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി. എന്റെ മുന്നിൽ ഒരു മനുഷ്യൻ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റമദാനിൽ പള്ളിയിൽ കടന്നിട്ട്
റമദാന്റെ അവസാനത്തെ പത്തിൽ ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോ അവിടെ നിന്നൊരു സഹോദരൻ എന്റെ മുമ്പിൽ നിന്നിട്ട് കരയാ. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ കരയണേ? അയാള് പറഞ്ഞു, എന്റെ ആരോഗ്യമുള്ള യുവത്വ കാലഘട്ടം ഉസ്താദെ കഴിഞ്ഞുപോയി. ആ സമയത്ത് ദീനെന്താ, മതമെന്താ, ഖുർആൻ എന്താ, ഇസ്ലാം എന്താ ഒന്നും പഠിച്ചില്ല. ഇപ്പൊ അതൊക്കെ ബോധ്യമായി, പ്രായം ചെന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാനിതാ പള്ളിയിൽ നിന്ന് അവസാനത്തെ പത്തിൽ ഖുർആനിലേക്ക് നോക്കുമ്പോ കണ്ണ് കാണുന്നില്ല, കണ്ണട വെച്ചിട്ട് കിട്ടുന്നില്ല, ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല. എന്റെ വയസ്സിന്റെ ആ അന്ത്യത്തിൽ എത്തിക്കഴിഞ്ഞ ഞാൻ എന്ത് ചെയ്യും? അവിടെ നമുക്ക് സമാധാനം കൊടുക്കാറുണ്ട് വിശ്വാസികളെ. ഏതാണ് സമാധാനം? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയാ. ആ മനുഷ്യനോട് ചോദിക്കുക, ഒരുപാട് ചോദ്യം. കം അത്തത് അലൈക, എത്രയായി നിന്റെ വയസ്സ്? എത്രയിലാ എത്തി നിൽക്കണേ? 60 സന, എനിക്ക് 60 വയസ്സായി. ഫഅൻത മുൻദു 60 സന തസീറു ഇലാ റബ്ബിക യുഷിക അൻ തബ്ല, 60 വർഷമായി നീ റബ്ബിലേക്ക് സഞ്ചരിക്കുകയാ. ആ സമയം ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇതിന്റെ തഫ്സീർ നിനക്കറിയുമോ? നീ അല്ലാഹ് ഫയഅലം മൗഖൂഫൻ വമൻ അലിമ അന്നഹു മൗഖൂഫൻ ഫൽയഅലം അന്നഹു മസ്ഊലൻ വമൻ അലിമ അന്നഹു മസ്ഊലൻ ഫൽയുഇദ് ലിസ്സുആലി ജവാബാ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നെ കൊണ്ടുപോയി നിർത്തും. ചോദ്യങ്ങളുടെ വിചാരണ. 60 വയസ്സുകാലം നീ എന്ത് പറയും? നമ്മുടെയൊക്കെ വയസ്സൊന്ന് കണക്ക് കൂട്ടുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളോട് ചോദിക്കും അവിടെ എന്തുണ്ട് രക്ഷ. അപ്പോ ഈ മനുഷ്യൻ ചോദിക്കുക, എനിക്ക് എളുപ്പത്തിൽ അള്ളാന്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ നല്ലൊരു ടിപ്സ്, നല്ലൊരു തന്ത്രം പറഞ്ഞു തരുമോ? അപ്പൊ തന്ത്രം പറഞ്ഞു കൊടുക്കുക. എന്താ തന്ത്രം പറഞ്ഞു കൊടുത്താറ്? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, തുഹ്സിൻ ഫീമാ ബഖിയ, ഇനി നിനക്ക് കിട്ടിയ ബാക്കിയുള്ള ആയുസ്സില്ലേ, ആ ആയുസ് കാലത്ത് നീ നന്മകൾ ചെയ്ത് നല്ലത് ചെയ്ത് ജീവിച്ചു. തുഹ്സിൻ ഫീമാ ബഖിയ യുഗ്ഫർ ലക മാ മള, എന്നാ കഴിഞ്ഞു പോയ നിന്റെ കാലത്ത് സംഭവിച്ച പാപങ്ങളൊക്കെ അല്ലാഹ് പൊറുത്തു തരും. എത്ര സ്നേഹനിധിയായ റബ്ബ്. ഇങ്ങനെ നന്നായ മതി, ബാക്കിയൊക്കെ അല്ലാഹ് പുറത്തു തരും. ഇനി ബാക്കിയുള്ള ജീവിതം ഇനിയും മോശമായ രൂപത്തിലേക്കാണ് തിരിച്ചു പോകുന്നതെങ്കിലോ, നീ കഴിഞ്ഞു പോയ പാപങ്ങൾ നിമിത്തം പടച്ചവൻ നിന്നെ പിടിച്ച് ശിക്ഷിക്കും. ഇനി വരാനിരിക്കുന്ന ആയുഷ്കാലവും അത് നീ മനസ്സിലാക്കിക്കോ എന്നാ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചിന്തിച്ചു നോക്കി വിശ്വാസികൾ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ കുറച്ചൊന്ന് ആയുസ് കിട്ടുമ്പോ നമ്മൾ ആരും തന്നെ വിചാരിക്കണ്ട ഇതെന്റെ ഖൈറാണ്, എന്റെ ജീവിതത്തിന് ഖൈറാണെന്ന് വിചാരിക്കണ്ട. അല്ലാഹു തആല ചില ആളുകൾക്ക് ഖുർആനിൽ തന്നെ പറഞ്ഞത്, ചില ആളുകളെ നീട്ടിയിടും. സന്താനങ്ങൾ സമ്പത്തൊക്കെ കൊടുക്കും. അവര് വിചാരിക്കേണ്ട ഖൈറാണെന്ന് വിചാരിക്കണ്ട. എന്തിനാ? അവസാനം ഞാൻ അവരെ ഒരു പിടുത്തം പിടിക്കാനുണ്ട്. റബ്ബ് പറയാ, നമ്മളുണ്ടല്ലോ ചൂണ്ടിട്ട് കൊടുക്കണ മീൻ, അതിങ്ങനെ കൊത്തി കൊത്തി അത് നല്ല തിന്നങ്ങനെ ഒരൊറ്റ വലിക്കും പോലെ പടച്ചവരുടെ ഒരു ഒരു പിടുത്തം പിടിക്കും. ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ക്യാൻസറോ ഇപ്പോഴൊന്നും അറിയില്ല. ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും തലവേദന അസ്വസ്ഥത ഉണ്ടാവുമ്പോൾ അറിയാം നിങ്ങളെ ശരീരത്തിൽ എന്തോ ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് ടെസ്റ്റിന് അയച്ചാൽ റിസൾട്ട് വരുന്നവരെ സമാധാനം ഉണ്ടോ? ഇതാണ് അസുഖം അറിഞ്ഞ പിന്നെ സമാധാനം. നിങ്ങളൊന്ന് ആലോചിച്ച്, അതുവരെ പോക്കിരിയ എന്തെല്ലാം അല്ലേ നാട്ടില്. ഒരു നല്ല കാര്യത്തിന് ദീനും ഇസ്ലാമിനൊന്നും സമയമില്ല, കൊല്ലത്തിന് സമയമുണ്ട്. വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ആലോചിക്കുക, ജീവിതകാലം മരണകാലത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നമ്മൾ ആലോചിക്കണം അല്ലേ? എത്ര ആളെ മയ്യത്ത് നമ്മൾ കൊണ്ടുപോയി. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മൾ എന്തൊരുക്കി. മഹാന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലുള്ള മനുഷ്യൻ. എപ്പോഴും റസൂലുള്ളാഹിന്റെ പള്ളിയിലുള്ള റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ ഹദീസ് മനപ്പാടാക്കിയ മനുഷ്യൻ. ആ മനുഷ്യനെ മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരയാ. സ്വഹാബികൾ ചോദിച്ചു, എന്താ അബൂ ഹുറൈറ അങ്ങനെ കരയണത്? പറഞ്ഞു, എന്റെ യാത്ര അതിദൂരമായ യാത്രയാണ്, പരലോക യാത്ര. എന്റെ കയ്യിൽ എനിക്ക് വിഭവങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാ. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കയ്യിലൊക്കെ എന്താ ഉള്ളത് പരലോകത്തേക്ക് പോകാം വിശ്വാസികൾ അല്ലേ? ഇന്ന് നമ്മൾ മരിച്ചാൽ എന്ത് കൂടെ കൊണ്ടുപോകാനുണ്ട്? ഖബറിൽ കൊണ്ടുപോയി വെച്ച് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് നിർദ്ദേശം കൊടുത്തപ്പം ഒരു സഹാബിയുടെ ജനാസ വെച്ചുകൊണ്ട് പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. റസൂലുള്ളാഹിന്റെ താടിയലുകൾ നനഞ്ഞു. ഫബക ഹത്ത ബല്ലസറ സുമ്മ ഖാല യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദു. ഇതേ രൂപത്തിൽ നിങ്ങളെ ഖബറിൽ വെക്കും. ആ ഖബറിൽ വെച്ച് നിങ്ങളെ അവസാനത്തെ കല്ലും വെച്ച് മണ്ണുകൾ ഇടും. ഒക്കെ കഴിഞ്ഞു. നിങ്ങളെ കൂടെ നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കണേ.
റസൂലുള്ളാഹി കൊടുക്കുന്ന നിർദ്ദേശം. അപ്പൊ കഴിഞ്ഞു പോയ ജീവിതകാലങ്ങളെ കുറിച്ചൊക്കെ ഒരു വിചാരണയൊക്കെ ചെയ്യുക. അതിനൊക്കെ സമയ ആഘോഷിക്കാനും സന്തോഷിക്കാനൊന്നും സമയമല്ല. അതുകൊണ്ടാ നമുക്ക് ഉമർ റളിയല്ലാഹു പറഞ്ഞത് ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, പരലോകത്ത് വിചാരണയ്ക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യുക. സിനു അൻഫുസകും ഖബ്ല അൻ തുസനു, പരലോകത്ത് നിങ്ങളെ കർമ്മങ്ങളൊക്കെ തൂക്കി കണക്കാക്കുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളെ അമലൊക്കെ ഒന്ന് കണക്കാക്കി നോക്കണം. അല്ലേ? ഞമ്മക്ക് വേറുള്ളവരത് കാണാൻ ഭയങ്കര ഉഷാറാ. ഓന്റെ നിസ്കാരം പോരട്ടോ, ഓൻ ഖുർആനത്ത് പോരാ, ഓന്റെ സ്വഫ് ഉണ്ടാവും നിൽക്കണ ഒരു രീതിയില്ല, ഓൻ്റെ എന്ത് പോരാ. ഞമ്മക്കില്ലേ നമ്മളെ തെറ്റ് നമ്മൾ കാണും, അത് കാണൂല അല്ലേ? നമ്മൾക്ക് എന്തായാലും ആ പാട്ടുണ്ട്. മറ്റോപ്പോഴും പലിശയായിട്ട് അവന്റെ ഇടപാട്, അത് നമ്മൾ പറയും. മറ്റെപ്പോഴും അറാമിൻ്റെതാ, അത് നമുക്ക് അല്ല ഉഷാറ. നമ്മളെ തെറ്റ് നമ്മൾ കാണൂല. നമ്മളെ ഹാസിബു അംബുസും കബിലൻ, മറ്റുള്ള അമലും കാര്യങ്ങൾ തൂക്കാൻ നമ്മൾ ഭയങ്കര ഉഷാറാ. മറ്റൊരാളിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ആ 4 വിരൽ നമ്മളിലേക്ക് ചൂണ്ടുക. എന്നിട്ട് എന്ത് മാറ്റുണ്ട്, കുറഞ്ഞ ആയുസ് എനിക്കുള്ളൂ, തീരെയാണ് സമയം, ക്ലോക്കിന്റെ ഓരോന്നും ഇങ്ങനെ തീരും തോറും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഡോക്ടർ പറയല്ലോ, ഇനി നിമിഷങ്ങളെ ജീവിക്കുള്ളൂ, ഇനി നിങ്ങൾക്ക് ഇല്ല, ആയുസ് ഇല്ല, തീർന്നു പോയി, ഒന്നുമില്ല. ഒരു ഡോക്ടർ പറഞ്ഞാൽ എത്രമാത്രം സൂക്ഷ്മത ഉണ്ടാവും. അല്ലാഹു തആല നമ്മളോട് പറയാ, ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, നാളെ മരിക്കും എന്ന വിചാരത്തോടുകൂടി ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുക. കാലാകാലം ജീവിക്കണം എന്ന രൂപത്തിൽ നീ ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞു, അള്ളാഹു നിനക്ക് തന്ന സമ്പത്തും ആരോ ഉപയോഗപ്പെടുത്തി പരലോകത്തിലേക്കുള്ള നീ ആഗ്രഹിച്ച് സമ്പാദിച്ചോ. ദുനിയാവിൽ ജീവിക്കാൻ നീ മറന്നുപോകും വേണ്ട. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഉസീകും വസാനി ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചു പകർത്തി റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ യതകാറബു സമാൻ, കാലം അടുത്തടുത്ത് വരുമ്പോൾ അത് ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളം, ഖിയാമത്ത് നാൾ സംഭവിക്കാനായി എന്നതിൻ്റെ ചെറിയ അടയാളമാണ് യതകാറബു സമാൻ, കാലങ്ങൾ അടുത്തടുത്ത്. ഒരു വർഷം കഴിഞ്ഞു പോകുന്നത് ഒരു മാസം കഴിഞ്ഞു പോകുന്ന പോലെ എനിക്ക് അനുഭവപ്പെടും. അത് ശരിയാണല്ലോ അല്ലേ? ഒരു വർഷം കഴിഞ്ഞു പോയത് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു പോയാലോ, 2024 കഴിഞ്ഞു പോയത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. റസൂൽ പറയാം, ഒരു മാസം കഴിഞ്ഞു പോകുന്നത് ഒരാഴ്ച കഴിഞ്ഞു പോയതുപോലെ. ഇപ്പൊ ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമയായി എത്ര പെട്ടെന്നാണ് ജുമായ വരുന്നത് ചില ആൾക്കാർ പറയുന്നേക്കാം. ഒരാഴ്ച കല്യവും, ഒരാഴ്ചയുടെ ആ ഒരു സഞ്ചാരം, ഡ്യൂറേഷൻ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് പോലെ കാണാം. ഒരു മണിക്കൂർ കഴിഞ്ഞു പോകും പോലെ ഒരു ദിവസം കഴിഞ്ഞു അത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാ. ഒരു മണിക്കൂർ ഒരു ഈന്തപ്പനയുടെ ഓല കത്തിക്കുന്ന സമയേ ഒരു മണിക്കൂർ കഴിയാൻ വേണ്ടിയുള്ളൂന്ന. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ ഇത്ര സമയമില്ലാത്ത ആളുകളായി നമ്മൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മൗത്താകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ഉപദേശം കൊടുത്തു, യാ ഉമർ ഇന്ന ലില്ലാഹി ഹഖ്ഖൻ ബില്ലൈൽ, ഉമറെ രാത്രിയിൽ കുറെ കടമകളും കടപ്പാടുകളും നീ നിർവഹിക്കാനുണ്ട്. ലാ യഖ്ബലഹു ബിന്നഹാർ, അത് പകലിലേക്ക് മാറ്റിവെക്കല്ല ഉമർ. വഹഖൻ ബിന്നഹാർ, പകലിലെ നിന്റെ ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ, കടമകളുണ്ട്. ലാ യഖ്ബലഹു ബില്ലൈൽ, അത് രാത്രിയിലേക്ക് നീ നീട്ടിവെക്കണ്ട. അത് രാത്രി സമയം ചെയ്താൽ അത് സ്വീകരിക്കൂല. പകല് ചെയ്യേണ്ടത് രാത്രി ചെയ്താൽ സ്വീകരിച്ചു, രാത്രി ചെയ്യേണ്ട പകൽ ചെയ്താൽ. അപ്പോ അതൊക്കെ ഓരോന്നും നമ്മൾ സമയത്തിന്റെ പ്രാധാന്യവും ഒക്കെ അറിഞ്ഞ് തെറ്റുകൾ വന്നു പോകും മനുഷ്യനാണ് ഉണ്ടാവും. സൽക്കർമ്മങ്ങൾ ചെയ്ത് ഖേദിച്ച് മടങ്ങ റബ്ബിന് മുമ്പിൽ പൊട്ടിക്കരയ. അങ്ങനെ അവരുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റി തരും. അല്ലാഹു പൊറുക്കുന്നവനാ. അതുകൊണ്ട് നമ്മളോട് ചോദിക്കുക, അല്ലാഹു തആല പരലോകത്ത് നിന്ന് ചോദിക്കുക. നമ്മൾ ആയുഷ്കാലം കഴിഞ്ഞു പോകുമ്പോൾ നാളെ പരലോകത്ത് വെച്ച് മനുഷ്യൻ വിലപിക്കുന്ന ഒരു രംഗം ഖുർആൻ പറയുന്നുണ്ട്. ലഹും നാറു ജഹന്നം ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു
ഒരു വിഭാഗം ആളുകൾക്കതാ നരകത്തിന്റെ തീജ്വാലകൾ അവരിൽ ശരീരത്തിൽ കാർന്നു പിടിക്കുകയാണ്. അവർ മരിക്കുന്നില്ല. ശിക്ഷയുടെ കാഠിന്യം ലഘൂകരിക്കപ്പെടുന്നില്ല. അപ്രകാരമാണ് നിഷേധികൾക്ക് പ്രതിഫലം കൊടുക്കുക. നരകലോകത്ത് കടന്നിട്ട് അവർ ഹട്ടഹസിക്കുക, വിലപിക്കുകയാ. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. റബ്ബേ, ദുനിയാവിൽ വെച്ച് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നരകലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗലോകത്തിലെത്താൻ ഞങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാ റബ്ബേ, ഒന്ന് മടക്കി തരുമോ ദുനിയാവിലേക്ക്? അപ്പൊ അല്ലാഹുവിന്റെ ഒരു ചോദ്യം, അവലം നുഅമ്മിറുകും മാ യതദക്കറ ഫീഹി മൻ ജാഅകുമുൻ നദീർ. ദുനിയാവിൽ വെച്ച് ആലോചിച്ചൂടെ, ചിന്തിച്ചൂടെ? ഒരുപാട് ആയുസ്സുകളും വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയില്ലേ? ആയുസ് തന്നില്ലേ നിനക്ക്? എന്നിട്ട് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? മുന്നറിയിപ്പുകാര് വന്നില്ലേ? ശിക്ഷ അനുഭവിച്ചു, ഇനിയൊരു രക്ഷയില്ല. അതിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുലേക്ക് എതിച്ച് മടങ്ങുക. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. വെന്നുപോയ കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, കഴിഞ്ഞ കാല ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി കിട്ടുന്ന ആയുഷ്കാലം ഇനി അങ്ങോട്ട് ഒരു പ്രതിജ്ഞ ചെയ്യാം. മൻ ഹസന അമലഹു ഖൈറുന്നാസ് മൻ തോല ഉംറഹു ഹസന അമലഹു. ആയുസ് നീട്ടിക്കിട്ടിയാൽ കർമ്മങ്ങൾ നന്നാക്കുക. റസൂലുള്ളാഹി പറഞ്ഞ ഏറ്റവും നല്ല മനുഷ്യൻ. ശർറുന്നാസ്, മോശപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തോല ഉംറഹു, ആയുസൊക്കെ അല്ലാഹ് നീട്ടിക്കൊടുത്ത് ഓരോ വർഷമൊക്കെ. കഴിഞ്ഞ വർഷമൊക്കെ എത്ര ആളാ മരിച്ചു പോയത്? അവരൊന്നും വിചാരിച്ചില്ല ഈ പ്രാവശ്യം മരിക്കൂലേ. ആ ബസ് ആക്സിഡന്റിൽ കുട്ടികൾ മരിച്ചത്, പ്ലെയിൻ അപകടം മരിച്ചത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വർഷം വന്ന ഈ 2025, ഇനി അടുത്ത ജുമാന്റെ മുമ്പ് നമ്മളൊക്കെ മരണത്തിന്റെ ഡേറ്റ് ഉണ്ടാവും. ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ ഈ 2025 നമ്മൾ ഭയങ്കര ആഘോഷിച്ച്, പക്ഷെ ആ ഡേറ്റിൽ നമ്മളെ മരണത്തിന്റെ ഒക്കെ അവസ്ഥ വലിയ ദുരന്തങ്ങളെക്കാണ് ജീവിതത്തിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് കിട്ടുന്നത് ഉപയോഗപ്പെടുത്തുക, ആ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ഖൈറുന്നാസായി തീരാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ അള്ളാഹ്. കഴിഞ്ഞുപോയ വർഷത്തിലെ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ഓർത്ത് മാപ്പാക്കി തരണമേ അള്ളാഹ്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഅ്ഫിറത്തും മർഹമത്തും നൽകി അവരെ ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹ്. കത്തിയാൾ നരശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار، توفنا مسلمين والحقنا بالصالحين، آمين برحمتك يا أرحم الراحمين. اللهم صل على محمد.